നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതിൽ ഗുരുതര പരാമർശങ്ങളുമായി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. തൂക്കവ്യത്യാസം ഭരണപരമായ വീഴ്ച. 4 കിലോ കുറഞ്ഞതെങ്ങനെയെന്നും ചോദ്യം. തിരികെ എത്തിച്ചത് മറ്റ് പാളികളാണോ എന്ന് സംശയം പ്രകടിപ്പിച്ച് കോടതി. സ്പോൺസറുടെ ഇടപാടുകളിൽ പരിശോധന വേണമെന്ന് നിർദ്ദേശം. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സുപ്രീം കോടതിയുടെ അനുമതി. ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടില്ല. നിബന്ധനകളോടെയാണ് ഹൈക്കോടതി അനുമതി നൽകിയതെന്ന് ഓർമ്മപ്പെടുത്തൽ. സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ തള്ളി. സ്വാഗതം ചെയ്ത് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. അയ്യപ്പ സംഗമത്തിലും ബദൽ സംഗമത്തിലും പങ്കെടുക്കില്ലെന്ന് പന്തളം രാജകുടുംബം. പന്തളത്ത് സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലേക്ക് ക്ഷണിച്ചാലും പോകില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്നതാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിപക്ഷത്തിന്റെ രീതിയെന്നും വെള്ളാപ്പള്ളി. ആഗോള അയ്യപ്പ സംഗമം മലയോരത്തിന്റെ സമഗ്ര വികസനത്തിന് വഴിവെക്കുമെന്ന് ശബരി റെയിൽവേ ആക്ഷൻ കൗൺസിൽ. ശബരി റെയിൽവേ പദ്ധതി എത്രയും വേഗം പൂർത്തീകരിക്കണം. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത് റെയിൽവേ പദ്ധതി ചർച്ച ചെയ്യുമെന്നും ആക്ഷൻ കൗൺസിൽ. ശിവഗിരി മുത്തങ്ങ പോലീസ് അതിക്രമങ്ങളിൽ തനിക്ക് വേണ്ടി മറുപടി പറയാൻ ആരുമില്ലെന്ന് AK ആന്റണി. വിവാദങ്ങളിൽ പഴി തനിക്ക് മാത്രം. ശിവഗിരി വിഷയത്തിലും മുത്തങ്ങ സംഭവത്തിലും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ വെല്ലുവിളി. 21 വർഷത്തിനു ശേഷം AK ആന്റണി വാർത്താസമ്മേളനം വിളിച്ചത് നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ. ഇടുക്കി ആനച്ചാൽ ചിത്തിരപുരത്ത് മൺതിട്ട ഇടിഞ്ഞു വീണ് 2 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് ആനച്ചാൽ പള്ളിവാസൽ സ്വദേശികൾ. അപകടം റിസോർട്ടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ മണ്ണെടുക്കുന്നതിനിടെ. റിസോർട്ടിന്റെ നിർമ്മാണം സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിലെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ പോര്. ഒന്നാമതെന്ന് അവകാശപ്പെടുന്ന ആരോഗ്യരംഗം നിശ്ചലാവസ്ഥയിലെന്ന് പ്രതിപക്ഷ നേതാവ്. നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മറുപടി. വീണ ജോർജിനെതിരായ N ഷംസുദ്ദീന്റെ പരാമർശത്തിൽ സഭയിൽ ബഹളം. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ നിയമസഭയിൽ വീഴ്ച സമ്മതിച്ച ആരോഗ്യമന്ത്രി. സുമയ്യയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചുവെന്ന് വീണ ജോർജ്. മന്ത്രിയുടെ മറുപടി പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന്. യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് 24. നിയമസഭയിൽ എത്തിയില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം സജീവ ചർച്ചയാക്കി ഭരണപക്ഷം. ശിശുഹത്യയിൽ പാപഭാരം തോന്നാത്തവർക്കൊപ്പം ഇരിക്കുന്നവരാണ് പ്രതിപക്ഷമെന്ന് പ്രമോദ് നാരായണൻ. UDF MLA-മാർ സമരം ചെയ്യേണ്ടത് പാലക്കാടെന്ന് K ശാന്തകുമാരി. പിണറായി സർക്കാരിന്റെ ഐശ്വര്യമായി രാഹുൽ മാറരുതെന്ന് K മുരളീധരൻ. ക്രിമിനൽ കേസുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശന വിലക്കേർപ്പെടുത്താൻ കേരള സർവകലാശാല. ബിരുദ പ്രവേശനം നേടുന്നവർ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് സത്യവാങ്മൂലം നൽകണം. സത്യവാങ്മൂലം ലംഘിച്ചാൽ വിദ്യാർത്ഥികളുടെ പ്രവേശനം പ്രിൻസിപ്പൽമാർക്ക് റദ്ദാക്കാം. തീരുമാനം VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് ഉപസമിതിയിൽ. പോലീസിൽ പുഴുക്കുത്തുകളുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. പോലീസ് ജനങ്ങളുടെ രക്ഷകരാകണം, ശിക്ഷകരാകരുത് എന്നാണ് ഇടത് സർക്കാരിന്റെ നയം. പോലീസ് അതിക്രമത്തിനെതിരെ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും MV ജയരാജൻ. ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ തുക വർദ്ധിപ്പിക്കാനാകില്ലെന്ന് മന്ത്രി MB രാജേഷ് നിയമസഭയിൽ. സർക്കാരിന് സാമ്പത്തിക പരിമിതിയുണ്ട്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന തുകയാണിപ്പോൾ സംസ്ഥാനം നൽകുന്നതെന്നും MB രാജേഷ്. ജനങ്ങളുമായി സംവദിക്കാൻ പ്രത്യേക പരിപാടിയുമായി സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി എന്നോടൊപ്പം അഥവാ CM വിത്ത് മീ എന്ന പേരിലാണ് പരിപാടി. വന്യജീവി സംരക്ഷണ നിയമത്തിലെ കേരള ഭേദഗതി ബിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ. ഭേദഗതി ബില്ലിൽ പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായൊന്നുമില്ല. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നാണ് BJPയുടെ നിലപാടെന്നും പ്രശാന്ത് മലവയൽ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടികയിൽ അർഹരായവരില്ലെന്ന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. അനർഹരായ പലരും പട്ടികയിലുണ്ടെന്നും വിഷയമുയർത്തി വെള്ളിയാഴ്ച കളക്ടറേറ്റ് മാർച്ച് നടത്തുമെന്നും ആക്ഷൻ കമ്മിറ്റി. സമസ്ത മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിക്കെതിരായ പരാമർശം ആവർത്തിച്ച് CPIM മടവൂർ ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അക്കീൽ അഹമ്മദ്. വൈഫ് ഇൻ ചാർജ് വിവാദ പരാമർശം. നദ്വി പിൻവലിക്കാതെ താൻ പറഞ്ഞതും പിൻവലിക്കില്ല. പരാമർശത്തെ തുടർന്ന് ട്രഷറർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ മഹല്ല് കമ്മിറ്റി നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അക്കീൽ അഹമ്മദ്. കൊടിക്കുന്നിൽ സുരേഷ് MPക്കെതിരായ ജാതി അധിക്ഷേപത്തിൽ നടപടിയുമായി മുസ്ലിം ലീഗ്. KMCC ഭാരവാഹി UP മുസ്തഫയോട് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വിശദീകരണം തേടി. വിഷയത്തിൽ കോൺഗ്രസ് നടപടി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് വിശദീകരണം തേടിയത്.
കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സംവാദ പരിപാടിയിൽ പങ്കെടുത്ത് തൃശൂർ DCC അംഗം പ്രൊഫസർ CG ചെന്താമരാക്ഷൻ. പരിപാടിയിൽ സുരേഷ് ഗോപിക്ക് നന്ദി പറഞ്ഞ് ചെന്താമരാക്ഷൻ സംസാരിച്ചു. താൻ പ്രസിഡന്റായുള്ള ശ്രീവിദ്യാ പ്രകാശിനി സഭയുടെ സ്ഥലത്തായിരുന്നു പരിപാടിയെന്നും സഭാ പ്രസിഡന്റ് എന്ന നിലയിലാണ് പങ്കെടുത്തതെന്നും വിശദീകരണം. കൊച്ചിയിലെ 25 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പിൽ തിരുവനന്തപുരം കാഞ്ഞിരമ്പാറ സ്വദേശിയായ യുവതി കസ്റ്റഡിയിൽ. തട്ടിയെടുത്ത പണം പൊതുമേഖലാ ബാങ്കിൽ എത്തിച്ചതിന് പിന്നാലെ യുവതിയുടെ അക്കൗണ്ടിൽ നിന്ന് 4 ലക്ഷം രൂപ പിൻവലിച്ചു. യുവതിയെ പോലീസ് ചോദ്യം ചെയ്യുന്നു. 24 എക്സ്ക്ലൂസീവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് BJP ഇറക്കിയ പോസ്റ്ററിനെ ചൊല്ലി വിവാദം. ഇടുക്കി മുതലക്കോടം സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ ആഘോഷിക്കുമെന്ന് BJP പോസ്റ്റർ. പോസ്റ്ററിനെ തള്ളി ഇടവക വികാരി രംഗത്ത്. വിവാദത്തിൽ വിശദീകരണവുമായി BJP. മുതലക്കോടം പള്ളിയിൽ നടത്തിയത് പ്രാർത്ഥനയെന്ന് ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു. കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സേഫ്റ്റി കമ്മീഷന് റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി നിയമസഭയിൽ. റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും മന്ത്രിയുടെ ഉറപ്പ്. ഷോക്കേറ്റുള്ള മരണങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നില്ലെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി നിയമസഭയിൽ. പരിശോധനയിൽ 45,000 അപാകതകൾ കണ്ടെത്തി. 15,511 പരിഹരിച്ചു. ബാക്കിയുള്ളവ സമയബന്ധിതമായി പരിഹരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ. കൊല്ലം നിലമേൽ സ്കൂൾ ബസ് അപകടത്തിൽ ഡ്രൈവറെ പിരിച്ചുവിടും. ഡ്രൈവറെ പിരിച്ചുവിടണമെന്ന് എൻഫോഴ്സ്മെന്റ് RTO സ്കൂൾ അധികൃതരോട് നിർദ്ദേശിച്ചിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജയം വോട്ടുകൊള്ളയിലൂടെയെന്ന് സിറോ മലബാർ തൃശൂർ അതിരൂപത മുഖപത്രം. വോട്ടുകൊള്ള ആസൂത്രിതമായി നടപ്പാക്കിയത് RSS എന്ന് മുഖപത്രം കത്തോലിക്ക സഭയിലെ ലേഖനത്തിൽ വിമർശനം. കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ. പയ്യന്നൂർ കോരോത്ത് സ്വദേശി ഗിരീഷാണ് പിടിയിലായത്. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10 സംസ്ഥാനത്തെ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗക്കാരുടെ അവസ്ഥ പഠിക്കാൻ കമ്മീഷൻ. പിന്നാക്ക വിഭാഗ കമ്മീഷനോട് പ്രശ്നം പഠിച്ച് റിപ്പോർട്ട് നൽകാൻ പിന്നാക്കക്ഷേമ വകുപ്പ് ഉത്തരവിട്ടു. ഡൽഹിയിലെ വായുമലിനീകരണത്തിൽ നടപടിയുമായി സുപ്രീം കോടതി. വൈക്കോൽ കത്തിക്കുന്ന കർഷകർക്കെതിരെ നിയമ നടപടി വേണമെന്ന് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. പ്രിയങ്ക ഗാന്ധി തന്നെ കാണാൻ സമ്മതിച്ചില്ല എന്ന രീതിയിൽ നടക്കുന്നത് വ്യാജ പ്രചാരണമെന്ന് വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ. പ്രിയങ്ക ഗാന്ധി എത്തിയപ്പോൾ അവരെ നേരിൽ കണ്ട് സംസാരിച്ചിരുന്നു. KPCC യോഗത്തിൽ പങ്കെടുക്കാനായി തിരുവനന്തപുരത്ത് പോയതാണെന്നും ND അപ്പച്ചൻ 24നോട്. മലപ്പുറം മണ്ണാർമലയിൽ പുലിയെ പിടികൂടാത്തതിനെതിരെ നടത്തിയ പ്രതിഷേധത്തിൽ 50 പേർക്കെതിരെ കേസ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചത്. മാസങ്ങളായി നാട്ടിൽ വിലസുന്ന പുലിയെ ഇപ്പോഴും വനംവകുപ്പിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം ശ്രീകാര്യത്ത് 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 2 പേർ പിടിയിൽ. നെയ്യാറ്റിൻകര മാറനല്ലൂർ സ്വദേശികളായ ഷിർഷാദ്, സീത എന്നിവരാണ് പിടിയിലായത്. 6 വയസ്സുകാരിയുടെ അയൽവാസിയായ സീതയുടെ വീട്ടിൽ വെച്ചാണ് കുട്ടിയെ പീഡിപ്പിച്ചത്. കോഴിക്കോട് വിജിൽ നരഹത്യാക്കേസിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ്. പ്രതികൾക്ക് രാസലഹരി നൽകിയവരെ കണ്ടെത്താൻ നീക്കം. പ്രതികൾ മുംബൈയിൽ പോയി MDMA വാങ്ങിയെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സ്ഥലമില്ലെന്ന 24 വാർത്തയിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. കോഴിക്കോട് നഗരസഭാ സെക്രട്ടറിയിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് തേടി. ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. BJPയിൽ നിന്ന് രാജിവെച്ച ദേശീയ കൗൺസിൽ അംഗം KA ബാഹുലേയൻ CPIMൽ ചേർന്ന് പ്രവർത്തിക്കും. BJP വർഗീയവാദികളുടെ പ്രസ്ഥാനമാണെന്നും BJPക്കാരനാണെന്ന് പറഞ്ഞു നടക്കാൻ നാണക്കേടെന്നും ബാഹുലേയൻ തുറന്നടിച്ചു. കോഴിക്കോട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മാധ്യമപ്രവർത്തകൻ മരിച്ചു. സിറാജ് ദിനപത്രം സബ് എഡിറ്റർ ജാഫർ അബ്ദുൾ റഹീമാണ് മരിച്ചത്. 4 ദിവസം മുമ്പായിരുന്നു അപകടം. കണ്ണൂരിൽ തൊഴിലുറപ്പ് ജോലിക്കിടെ പാമ്പ് കടിയേറ്റ തൊഴിലാളി മരിച്ചു. മരിച്ചത് ശ്രീകണ്ഠാപുരം സ്വദേശി മാധവിക്ക് പാമ്പ് കടിയേറ്റത് 3 ദിവസം മുമ്പ്. മലപ്പുറം പുറത്തൂരിൽ മലമ്പാമ്പിനെ പിടികൂടുന്നതിനിടെ സ്നേക്ക് മാസ്റ്റർക്ക് നേരെ ആക്രമണം. സ്നേക്ക് മാസ്റ്റർ മുസ്തഫ തിരൂരിനെയാണ് പെരുമ്പാമ്പ് ആക്രമിച്ചത്. തൃശൂർ മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. 24 അന്തിക്കാട് റിപ്പോർട്ടർ മണികണ്ഠൻ കുറുപ്പത്തിന് രമേശ് ചെന്നിത്തല പുരസ്കാരം കൈമാറി. മണ്ഡലം പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. പുറമ്പോക്കിൽ കെട്ടിട നിർമ്മാണം നടത്തിയ തൃക്കാക്കര നഗരസഭയ്ക്ക് റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ. ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകൾ ഹാജരാക്കാത്തതിനെ തുടർന്നാണ് നടപടി. വില്ലേജ് ഓഫീസർ നൽകിയ സ്റ്റോപ്പ് മെമ്മോയുടെ പകർപ്പ് 24ന്.
വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് 10 കോടിയിലേറെ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. കണ്ണൂർ സ്വദേശി രാജേഷാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത്. തൃശൂർ ആറാംകല്ലിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. അപകടത്തിൽ എടമുട്ടം സ്വദേശിയായ 27-കാരൻ അബൂ താഹിറാണ് മരിച്ചത്. തൃശൂരിലേക്ക് പോയ കാർ എതിരെ വന്ന സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. മാതാ അമൃതാനന്ദമയുടെ 72ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് സൗജന്യ കാർഡിയോളജി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് കൊച്ചി അമൃത ആശുപത്രി. അമൃതവർഷം 72ന്റെയും കൊച്ചി അമൃത ആശുപത്രി പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗത്തിന്റെ 25ാം വാർഷികാഘോഷങ്ങളുടെയും ഭാഗമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ പാലക്കാട് ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ് ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചു. വൻകിട പദ്ധതികൾക്ക് വേണ്ടിയുള്ള വാൽവുകൾ നിർമ്മിക്കുന്ന രാജ്യത്തെ ഏക കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ്. തിരുവനന്തപുരം ബാലരാമപുരത്ത് പിക്കപ്പ് വാൻ കനാലിലേക്ക് മറിഞ്ഞു. എതിരെ എത്തിയ ബൈക്കിനെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോഴാണ് അപകടം. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാലക്കാട് മരുതാ റോഡിൽ ബസ് ജീവനക്കാർ തമ്മിൽ കൂട്ടത്തല്ല്. സമയത്തെ ചൊല്ലിയാണ് 2 സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടിയത്. ആലപ്പുഴ കാളാത്ത് യുവതി തീകൊളുത്തി ആത്മഹത്യ ചെയ്തു. ഒവളപ്പറമ്പിൽ സ്വദേശി സൗമ്യയാണ് മരിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കൊല്ലം ഓച്ചിറക്കടുത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ ഗർഭിണിയായ യുവതിക്ക് നേരെ ഭർത്തൃവീട്ടുകാരുടെ ക്രൂരമർദ്ദനം. അഴീക്കൽ സ്വദേശിക്കാണ് മർദ്ദനമേറ്റത്. മുഖത്തും ശരീരത്തും പരിക്ക് പറ്റിയ യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റി. കോഴിക്കോട് വടകരയിൽ നിരോധിത പുകയിലോൽപ്പന്നങ്ങൾ പിടികൂടി. മലപ്പുറം പുതുപ്പറമ്പ് സ്വദേശി പി ഷാജഹാൻ അറസ്റ്റിൽ. കാറിൽ കടത്തുകയായിരുന്ന 800 പാക്കറ്റ് പുകയിലോൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. തിരുവനന്തപുരം കിളിമാനൂർ പെരുന്തമണ്ണിൽ ഗുഡ്സ് പിക്കപ്പിൽ ബൈക്കിടിച്ച് യാത്രക്കാരന് ദാരുണാന്ത്യം. പുളിമാത്ത് സ്വദേശി വിശാഖാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. വയനാട് പുൽപ്പള്ളിക്കടുത്ത് ചേകാടി സ്കൂളിലെത്തിയ കാട്ടാനക്കുട്ടി ചെരിഞ്ഞു. കഴിഞ്ഞ മാസം 18-നാണ് ആനക്കുട്ടി ചേകാടിയിലെത്തിയത്. ആനക്കുട്ടിയെ വെട്ടത്തൂർ വനത്തിൽ വിട്ടുവെങ്കിലും ആനക്കൂട്ടം ഉപേക്ഷിക്കുകയായിരുന്നു. കോഴിക്കോട് ക്രസന്റ് ഫ്ളാറ്റിൽ തീപിടുത്തം. 18ാം നിലയിലാണ് നേരിയ തീപിടുത്തമുണ്ടായത്. അങ്കമാലിയിൽ മുൻ സൈനികൻ പൂച്ചയെ വെടിവെച്ചു കൊന്നു. ചികിത്സയിലായിരുന്ന പൂച്ച ഇന്ന് ചത്തു. എയർഗൺ കൊണ്ട് തമാശയ്ക്ക് വെടിവെച്ചത് എന്നാണ് മുൻ സൈനികൻ പറയുന്നത്. സംഭവത്തിൽ അങ്കമാലി പോലീസ് കേസെടുത്തിട്ടുണ്ട്. വെടിയേറ്റ 2ാമത്തെ പൂച്ച ഗുരുതരാവസ്ഥയിലാണ്. പാലക്കാട് മാങ്കുരിശിയിൽ സ്ത്രീയും പുരുഷനും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ. പങ്കജം, രാജൻ എന്നിവരാണ് മരിച്ചത്. പങ്കജത്തെ വീട്ടിലെ മുറിയിലും രാജനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. മലപ്പുറം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും പെരിന്തൽമണ്ണ SNDP YSS കോളേജും ചേർന്ന് മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. തൊഴിൽമേള നടക്കുക ഈ മാസം 20-ന്. തൊഴിൽമേളയിൽ 30-ലധികം പ്രമുഖ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നു. കൊല്ലം ഇടമുളയ്ക്കൽ ഗവൺമെന്റ് LP സ്കൂളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 19-ന്. കൊല്ലം ചിതറ പുതുശ്ശേരി പൽപ്പു കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 19-ന്. പത്തനംതിട്ട അങ്ങാടിക്കൽ തെക്ക് SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ് ഫിസിക്കൽ സയൻസ്, സംസ്കൃതം വിഷയങ്ങളിലേക്ക്. അഭിമുഖം ഈ മാസം 19-ന്. ആലപ്പുഴ തെക്കേക്കര ഗവൺമെന്റ് LP സ്കൂളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 19-ന്. യോഗ്യത TTC കേറ്ററ്റ്. പത്തനംതിട്ട ചെന്നീർക്കര ഗവൺമെന്റ് ITIയിൽ സ്പോട്ട് അഡ്മിഷൻ നടക്കും. അഡ്മിഷൻ ആരംഭിക്കുക ഈ മാസം 30-ന്. തൃശൂർ ചേലക്കര ഗവൺമെന്റ് SMT ഹയർ സെക്കൻഡറി സ്കൂളിൽ UPST തസ്തികയിലേക്ക് അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. ഇനി ദേശീയ വാർത്തകൾ. സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങി GST ഇളവ് പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ നിർമ്മിതമെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കണം. സ്വദേശി ഹേ എന്ന പ്രചാരണം നടത്താൻ സംസ്ഥാന സർക്കാരുകളോട് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന. ഛത്തീസ്ഗഡിൽ താൽക്കാലിക വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ച് മാവോയിസ്റ്റുകളുടെ കത്ത്. CPI കേന്ദ്ര കമ്മിറ്റിയുടെ പേരിലാണ് കത്ത്. സായുധ പോരാട്ടം താൽക്കാലികമായി അവസാനിപ്പിക്കാനുള്ള ചർച്ചയ്ക്കും തയ്യാറാണെന്ന് കാണിച്ചാണ് കത്ത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായോ കേന്ദ്രം നിയോഗിക്കുന്നവരുമായോ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ കഥാപാത്രമാക്കി ബീഹാർ കോൺഗ്രസ് പുറത്തിറക്കിയ AI വീഡിയോ സമൂഹമാധ്യമത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പട്ന ഹൈക്കോടതി. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായ PB ബജ്ജനന്തിയാണ് എല്ലാ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വീഡിയോ നീക്കം ചെയ്യണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടത്.
75ാം ജന്മദിനത്തിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ധറിൽ നടന്ന പരിപാടിയിൽ സ്വസ്ഥ നാരി, സശക്ത് പരിവാർ, PM മിത്ര പാർക്ക് തുടങ്ങിയ പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ ഓപ്പറേഷൻ സിന്ദൂറും പ്രധാനമന്ത്രി പരാമർശിച്ചു. കർണാടകയിലെ ബിദറിൽ 6 വയസ്സുകാരിയെ രണ്ടാനമ്മ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തി. അപകടമരണമെന്ന് കരുതി അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസ് ഒരുങ്ങുന്നതിനിടയിലാണ് CCTV ദൃശ്യങ്ങൾ തെളിവായി മാറിയത്. അയൽവാസി CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ക്രൂരത ശ്രദ്ധയിൽപ്പെട്ടത്. കാനഡയിലെ വാൻകൂവറിലെ ഇന്ത്യൻ കോൺസുലേറ്റിനെതിരെ ഭീഷണിയുമായി ഖാലിസ്ഥാൻ സംഘടന 6 for Justice. കോൺസുലേറ്റ് ഉപരോധിക്കും എന്നാണ് ഭീഷണി. വ്യാഴാഴ്ച ഇന്ത്യൻ കോൺസുലേറ്റ് ഏറ്റെടുക്കുമെന്നും 6 for Justiceന്റെ ഭീഷണി സന്ദേശത്തിൽ പറയുന്നു. മധ്യപ്രദേശിലെ ഖജുരാഹോ സമുച്ചയത്തിലെ ജവാരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ ഹൈന്ദവ സംഘടനകൾ. ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ പരാമർശത്തിനെതിരെയാണ് സംഘടനകൾ രംഗത്തെത്തിയത്. യുവതിയുമായുള്ള സ്വകാര്യ വീഡിയോ പുറത്തായതിന് പിന്നാലെ ഉത്തർപ്രദേശിൽ BJP നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സിദ്ധാർത്ഥ നഗർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗൗരി ശങ്കർ അഗ്രഹാരിയെയാണ് പുറത്താക്കിയത്. മുംബൈയിൽ ട്രക്ക് ഡ്രൈവറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികൾ ഒളിവിൽ. വ്യാജരേഖകൾ ചമച്ച് IAS നേടിയ പൂജ ഖേദ്കറിന്റെ പിതാവും സഹായിയുമാണ് ഒളിവിൽ. പൂജയുടെ പൂനെയിലെ വീട്ടിൽ നിന്ന് ഡ്രൈവറെ മോചിപ്പിക്കാനെത്തിയ പോലീസിനെ തടയുകയും നായ്ക്കളെ അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. മുംബൈയിൽ മോണോ റെയിൽ സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. സാങ്കേതിക തകരാർ കാരണം 2 മാസത്തേക്കാണ് സർവീസ് നിർത്തുക. രാജ്യാന്തര വാർത്തകൾ. FBI ഓഫീസിന്റെ കവാടത്തിലേക്ക് കാർ ഇടിച്ചുകയറ്റാൻ ശ്രമം. അമേരിക്കയിലെ പിറ്റ്സ്ബർഗിലെ FBI ഓഫീസിലേക്ക് മുൻ സൈനികനായ ഡൊണൽ ഹെൻസൺ കാർ ഇടിച്ചുകയറ്റാൻ ശ്രമിച്ചത്. കാർ ഗേറ്റിലേക്ക് ഇടിച്ചു കയറ്റിയ ശേഷം ഹെൻസൺ കാറിൽ നിന്നും അമേരിക്കൻ പതാക എടുത്ത് ഗേറ്റിന് മുകളിലേക്ക് എറിയുകയും ചെയ്തു. ഹെൻസൺ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടതായാണ് വിവരം. ഗസയിൽ ഇസ്രയേലിന്റെ കരയാക്രമണവും വ്യോമാക്രമണവും തുടരുന്നു. ആക്രമണത്തിൽ ഇന്നു മാത്രം 33 പേർ കൊല്ലപ്പെട്ടു. പലായനം ചെയ്യുന്നവർക്കായി ഇസ്രയേൽ താൽക്കാലിക പാത തുറന്നു. ഇസ്രയേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജോർദാൻ സന്ദർശനം നടത്തി ഖത്തർ അമീർ. ഖത്തർ അമീറിനെ ജോർദാൻ രാജാവ് സ്വീകരിച്ചു. സന്ദർശനം സൈനിക സഹകരണം ഉറപ്പാക്കാനെന്ന് റിപ്പോർട്ടുകൾ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഉയർന്നു. 28 പൈസയാണ് ഉയർന്നത്. ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഉയർച്ച രേഖപ്പെടുത്തി. 6.7% ഉയർന്ന് $35.1 ബില്യൺ ഡോളറിലെത്തി. ഇറക്കുമതി 10% കുറഞ്ഞു. വേദാന്ത ഓഹരിയിൽ ഇടിവ് രേഖപ്പെടുത്തി. 2.28% ഇടിവാണ് രേഖപ്പെടുത്തിയത്. നെസ്ലയുടെ ഓഹരിയിൽ ഇടിവ് 0.5% ഇടിവ് രേഖപ്പെടുത്തിയത്. നോക്കാം ഇനി കായിക വാർത്തകൾ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ട്രിപ്പിൾ ജമ്പിൽ മലയാളി താരം അബ്ദുള്ള അബൂബക്കറിന് നിരാശ. യോഗ്യത റൗണ്ടിൽ 24-ാം സ്ഥാനത്തായ അബ്ദുള്ളയ്ക്ക് ഫൈനലിലേക്ക് യോഗ്യത നേടാനായില്ല. 15-ാം സ്ഥാനത്തായ പ്രവീൺ ചിത്രവേലിനും ഫൈനലിൽ യോഗ്യതയില്ല. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 200 മീറ്ററിൽ ഇന്ത്യയുടെ അനിമേഷ് കുജൂറിന് സെമിഫൈനൽ യോഗ്യതയില്ല. 3-ാം ഹീറ്റ്സിൽ അനിമേഷ് ഫിനിഷ് ചെയ്തത് അവസാന സ്ഥാനത്ത്. ICC T20 ബൗളർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ വരുൺ ചക്രവർത്തി 1-ാമത്. 3 സ്ഥാനം മെച്ചപ്പെടുത്തിയാണ് വരുൺ 1-ാമതെത്തിയത്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് സഖ്യം പ്രീ ക്വാർട്ടറിൽ. ആദ്യ റൗണ്ടിൽ മലേഷ്യൻ ജോഡിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചു. കാണാമിനി കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ സിനിമയാകുന്നു. ഉണ്ണി മുകുന്ദനാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. മാ വന്ദേ എന്നാണ് ചിത്രത്തിന്റെ പേര്. നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് സിൽവർ കാസ്റ്റ് ക്രിയേഷൻസ് ഈ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ധ്യാൻ ശ്രീനിവാസൻ ചിത്രം വള ഈ മാസം 19-ന് തിയേറ്ററുകളിലെത്തും. മുഷാഹിൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ഹർഷാദാണ് തിരക്കഥ. കാണാമിനി ഫാക്ട് ചെക്ക്. ഏഷ്യ കപ്പ് മത്സരത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ റിക്കി പോണ്ടിംഗ് വിമർശിച്ചു എന്ന തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് റിക്കി പോണ്ടിംഗ് എക്സിൽ കുറിച്ചു. നോക്കാം നാളെ അറിയാൻ. കൊല്ലം പന്തപ്ലാവ് ഗവൺമെന്റ് LPSൽ LP വിഭാഗത്തിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ. കൊല്ലം തേവർകാവ് ശ്രീവിദ്യാധിരാജ കോളേജിൽ സീറ്റൊഴിവ്. BCom, BA ഇംഗ്ലീഷ്, BSW കോഴ്സിലേക്ക്. സ്പോട്ട് അഡ്മിഷൻ നടക്കുക നാളെ.
പത്തനംതിട്ട കുസുമം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ് സോഷ്യൽ സയൻസ് വിഷയത്തിലേക്കാണ്. അഭിമുഖം നാളെ. പത്തനംതിട്ട കുന്നന്താനം പഞ്ചായത്തിലെ കേരളോത്സവം ഈ മാസം 19-നും 20-നും നടക്കും. മത്സരാർത്ഥികൾ നാളെ വൈകിട്ട് 5 വരെ രജിസ്റ്റർ ചെയ്യണം. പത്തനംതിട്ട ജില്ലാ ഗെയിംസ് മേളയുടെ ഉദ്ഘാടനം നാളെ. ഉദ്ഘാടനം നിർവഹിക്കുക സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആർ അനിൽകുമാർ. ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. നടി ദിഷ പട്ടാനിയുടെ വസതിയിലേക്ക് വെടിയുതിർത്ത കേസിലെ പ്രതികൾ ഉത്തർപ്രദേശിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചെന്ന് ഡൽഹി പോലീസ്. മരിച്ചത് രവീന്ദ്ര, അരുൺ എന്നിവർ. ഗാസിയാബാദിൽ നടന്ന ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഇരുവരും. 2030 ആകുമ്പോഴേക്കും കോളറ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കോളറ നിർമ്മാർജ്ജന പദ്ധതിക്ക് മൊസാംബിക് സർക്കാർ അംഗീകാരം നൽകിയതായ റിപ്പോർട്ടുകൾ. ഏകദേശം $490 മില്യൺ പദ്ധതിക്കായി ചെലവാക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമലയിലേക്ക്. പമ്പയിലെത്തി കെട്ടുനിറച്ചാണ് ശബരിമല ദർശനം. രാഹുലിന്റെ മലകയറ്റം സുഹൃത്തുക്കളോടൊപ്പം. ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.